എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോൾ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണ് എനിക്ക് ഓർമ്മ പോലും ഇല്ല ചാറ്റ് എന്താണ്. ഞാൻ എന്നെ എന്താ പറഞ്ഞത്, പ്ലീസ് കോൺടാക്ട് മൈ മെസ്സേജ്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ അതിന് മുന്നേ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കാണണം. െതിരെ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓറൽ കംപ്ലൈന്റ് പിന്നെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, കോട്ടയം സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വിവാദങ്ങളുടെ തോഴിയാണല്ലോ രേഷ്മ പി തങ്കച്ചൻ അഥവാ നമ്മൾ എല്ലാവരും അറിയുന്ന രേണുസുതി. എന്നാൽ ഇപ്പോൾ രേണുവിനെ കാത്തിരിക്കുന്നത് അല്പം കടുത്ത ദിവസങ്ങൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ പുറത്തുവരുന്ന വാർത്തകളും അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാളല്ല, പലയിടങ്ങളിലായിട്ട് രേണുവിനെതിരെ പരാതികളുടെ ഒരു പ്രളയം തന്നെയാണ്. ചൈൽഡ് ലൈൻ മുതൽ കസ്റ്റംസ് ഇന്റലിജൻസ് വരെ നീളുന്ന പരാതികൾ. ശരിക്കും പറഞ്ഞാൽ ഈ രേണുവിന്റെ കാര്യം ഏത് ലെവലിൽ എത്തുമെന്ന് ഒരു പിടിയുമില്ലല്ലേ. പലരും രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിക്കാനാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം രേണുസുതി എന്ന് ഞാൻ പലപ്പോഴും വീഡിയോകളിൽ പറയുമ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരിക്കലും രേണുസുതി എന്ന് പറയരുത്, അവളുടെ പേര് രേഷ്മ പി തങ്കച്ചൻ, അങ്ങനെ വിളിച്ചാൽ മതി എന്നാണ്. കാരണം ആ ഒരു കലാകാരന്റെ പേര് രേണുവിനൊപ്പം ചേർക്കാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്, അതാണ് സത്യം. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിന്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതേ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിന്റെ ബേസിലാണ് ഇവളുടെ മാനേജർ ആയിരിക്കാൻ, എന്ത് ജോലിയിലാണ് എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജറായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനല്ല, അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നത്. അവൾക്കൊരു വിധവയല്ലേ, ആണ്, 2 പിള്ളേരുണ്ട്, പിള്ളേരെ വളർത്തണ്ടേന്ന്. ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്, ഞങ്ങളാരും ഇതുപോലെ പുക്കളും കാണിച്ചു, വയറും കാണിച്ചു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽത്ത് ഇഷ്യൂ? ഇവൾക്ക് 3-4 ആണുങ്ങൾ ഇവളെ വട്ടമെടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. നേരെ ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെണ്ണിന്റെ അത്ര, അതിന് ശരീരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതിന് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചു ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു, ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്നത്, അവരിങ്ങനെ ചുമ്മാ ഓഫർ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ, ഇങ്ങനെയാണ് പറയുന്നത്. അല്ലെ നിങ്ങൾക്ക് ഒരു മകളുണ്ട്, നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലത്തെ പണി ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവൾ എന്തും കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇവര് ആ കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ, അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണോ ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണ് സർവനാശത്തിലേക്കായിരുന്നു. ഇതിന് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിലും അതിന് കരകയറാൻ സമയമുണ്ട്. നമ്പർ സഹിതം ഞാൻ തരാം. ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞതാ, ഇന്ത്യയിൽ വ്യഭിചാരം നിയമവിധേയമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ആർക്ക് വേണേലും വ്യഭിചാരം ചെയ്യാമെന്നാണ് ചൈൽഡ് ലൈനിലുള്ളവർ പറഞ്ഞത്. കാരണം ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി ഇവൾക്കെതിരെ കൊടുത്തിരുന്നു. ഇവൾക്കെതിരെ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസ് ഇന്റലിജൻസി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓറൽ കംപ്ലൈന്റ് പിന്നെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, കോട്ടയം സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇവളുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നോക്കി അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ചൈൽഡ് ലൈൻകാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കാര്യം അന്വേഷിച്ച് ഇവൾക്ക് കുട്ടിയുടെ കാര്യത്തിൽ, ഞാൻ പറഞ്ഞ കുട്ടിയെ നോക്കുന്നില്ല, 24 മണിക്കൂർ കുട്ടി മൊബൈലിൽ അഡിക്റ്റ് ആണ്. പിന്നെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞാണ് ഇവള് കൊച്ചിനെ നോക്കാതെ നാട് നീളെ നടക്കുന്നതെന്ന് പറഞ്ഞു. അവരെ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ പറയാമോ വ്യഭിചാരം ഇന്ത്യയിൽ നിയമവിധേയമാണെന്നോ? ഇതൊക്കെയാണോ എന്തോ ഇതൊക്കെ ഈ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ വ്യഭിചാരത്തിന് എന്തിനാ ഇവർ പോലീസുകാർ കേസെടുക്കുന്നു? ഓരോരുത്തരും എവിടെയെങ്കിലും ഒക്കെ ഇട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ വ്യഭിചാരത്തിന് കേസെടുക്കുന്ന എന്തിനാ? എങ്കിൽ ഇവൾക്ക് തൊഴിലാളിയാന്നുള്ള കാർഡ് കൊടുക്കുക. ഇവര് ഒരു വീട്ടമ്മയാണ് കേട്ടോ. ഇവര് വെറും ഒരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിയമപരമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്.
കോട്ടയം സൈബർ സെല്ല്, തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, അതുപോലെ ചൈൽഡ് ലൈൻ, ഇവിടെ എല്ലാം കൂടാതെ തന്നെ കസ്റ്റംസ് ഇന്റലിജൻസ് ഒക്കെ എന്താണ് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തിക്കെതിരെ ഇത്രയും അധികം ഏജൻസികൾ പരാതി പോകണമെങ്കിൽ അതിന് പിന്നിൽ ഗൗരവകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകത്തില്ലേ? ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ പരാതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈൽഡ് ലൈനിൽ നൽകിയതാണ് കേട്ടോ. രേണു തന്റെ മകനായിട്ടുള്ള ഋതപ്പനെ നല്ല രീതിയിൽ, ശരിയായ രീതിയിൽ നോക്കുന്നില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വാർത്ത തന്നെയാണ്. അത് ചർച്ചാ വിഷയമാണ്. കാരണം കുട്ടി എപ്പോൾ നോക്കിയാലും 24 മണിക്കൂറും എന്താണ് മൊബൈൽ ഫോണിൽ അടിമയായിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ, രേണു പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ ഋതപ്പൻ എപ്പോഴും ഫോണിൽ തന്നെയാണ്. എന്തായാലും ആ വീട്ടമ്മ ആരോപിക്കുന്നതിൽ കാര്യമുണ്ട് അല്ലെ. ഒരു അമ്മയുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഈ രേഷ്മ, രേണുന്ന് എപ്പോഴും വരത്തുള്ളൂ, രേഷ്മ എന്താണ് ഒഴിഞ്ഞു മാറി നടക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുട്ടിയുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. കുട്ടികളെ വെച്ച് വീഡിയോകൾ ചെയ്യുന്നതും അവർ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ള ചർച്ചയും ഇതിനോടകം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് രേഷ്മയുടെ വിദേശ യാത്രകളെ കുറിച്ച് തന്നെയാണ്. രേണുവിന്റെ മാനേജർ എന്ന് പറയുന്ന കരിഷ്മ എന്ന വ്യക്തിയുമായിട്ട് ഈ ഒരു പരാതിക്കാരി സംസാരിച്ച ഓഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഈ ഒരു സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒക്കെ വലിയ തിരക്കുകളില്ലാത്ത രേണുവിന് എന്തിനാണ് ഒരു മാനേജർ എന്നാണ് ചോദിക്കുന്നത്. ദുബായിൽ 2 ആഴ്ചയോളം ഇനാഗുറേഷന്റെ പേരിലൊക്കെ പോയി നിൽക്കുന്നതും എന്തിനാണ് എന്നുള്ളതും, സാധാരണ സെലിബ്രിറ്റികൾ 1-2 ദിവസം കൊണ്ട് തന്നെ മടങ്ങുന്ന സ്ഥാനത്താണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. എന്തായാലും ഇതിന് പിന്നിൽ മറ്റു ചില ഇടപാടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു പരാതിക്കാരി സംശയിക്കുന്നത്. എന്തായാലും പരാതി കൊടുത്ത സ്ഥിതിക്ക് അവർ അന്വേഷിക്കാതിരിക്കത്തില്ല. പിന്നെ വിവാദങ്ങളുടെ ഒരു തോഴി അല്ലെങ്കിൽ വിവാദങ്ങൾ ഒഴിഞ്ഞൊരു ദിവസം ഈ ഒരു രേഷ്മ തങ്കച്ചൻ എന്ന ആ ഒരു വ്യക്തിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഡെയിലി ഓരോ വിവാദങ്ങൾ തന്നെയാണ് ഇറങ്ങുന്നത്. ഇല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊള്ളും. അതിനും പ്രത്യേക കഴിവ് തന്നെ അവർക്കുണ്ട്. അപ്പൊ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിവാദങ്ങൾക്കിടയിൽ രേണുവിനെ ചൊടിപ്പിച്ചത് മറ്റൊരു കാര്യം കൂടിയാണ് കേട്ടോ. അതായത് നമ്മുടെ അന്തരിച്ച മഹാനായ കലാകാരനുണ്ട് കലാഭം മണിയുടെ, അദ്ദേഹത്തിന്റെ പാട്ടിന് രേണു ചെയ്ത ഒരു ഡാൻസ് വീഡിയോയ്ക്ക് താഴെ വലിയ രീതിയിലുള്ള എന്താ പറയുന്നത് സൈബർ ആക്രമണമാണ് നടന്നത്. ഒടുവിൽ സഹി കെട്ട് രേണു എന്ത് ചെയ്ത് ആ കമന്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത് ഓടേണ്ടി വന്ന ഒരവസ്ഥ. ശരിക്കും വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും എന്താണ് അതിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഓൾറെഡി അവരെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഏതായാലും താൻ എന്ത് ചെയ്യണം എന്നത് തന്റെ ഇഷ്ടമാണ് എന്ന് രേണു പറയുമ്പോഴും മലയാളികൾ നെഞ്ചിലെത്തുന്ന ഒരു കലാകാരനെ അനാദരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പക്ഷം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും രേണുവിനെതിരെ ഉയർന്ന വന്ന ഈ ഒരു ആരോപണങ്ങളുണ്ടല്ലോ, പോലീസും ചൈൽഡ് ലൈനും ഒക്കെ അന്വേഷിക്കട്ടെ. സത്യം എന്താണെന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ നമുക്ക് അവകാശമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഒരു കുട്ടി ഉൾപ്പെടുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇതിലെ കൃത്യമായിട്ടുള്ള അന്വേഷണം അത്യാവശ്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ രേണുവിന്റെ കട്ട ഫാൻസ് അല്ലെങ്കിൽ ചങ്കുകൾ പുറത്ത് വന്നിട്ട് എന്നെ തെറി പറയാൻ വരും. അതൊക്കെ രേണുവിന് PR വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ആ ഒരു ഘട്ടം. കാരണം മുമ്പുണ്ടായിരുന്ന സപ്പോർട്ടൊന്നും ഇപ്പൊ ഒട്ടും ഇല്ലെന്നേ. പഴയ സപ്പോർട്ടൊക്കെ പോയി. കാരണം പണ്ട് രേണുവിനെ നമ്മളും പിന്തുണച്ച ഒരു കാലം ഉണ്ടായിരുന്നു, രേണു എന്നുള്ള വ്യക്തിയെ. പക്ഷെ ഇപ്പൊ എങ്ങനെയാ പിന്തുണയ്ക്കുന്നത്? പിന്നെ അവരുടെ ലൈഫ്, അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടം, അവരുടെ രീതി അതൊക്കെ ശരിയാണ്. പക്ഷെ അത് പബ്ലിക്കിനെ ബാധിക്കുന്ന രീതിയിലോട്ട് വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അത് പ്രത്യേകിച്ച് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് ചർച്ചാ വിഷയമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ കണ്ടന്റ് ഇറക്കിയാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത്. ശരിക്കും ഇത് എത്ര നാൾ നിൽക്കുമെന്നറിയില്ല. എന്തായാലും അവര് കത്തട്ടെ, അവർക്ക് പറ്റുന്ന സമയം വരെ അവർ കത്തട്ടെ. അതെന്നാണ് അണയുന്നത്? എന്തായാലും അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് പരാതികൾ ഈ രേഷ്മയ്ക്കെതിരെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, രേണുവിനെ വേട്ടയാടുകയാണോ അതോ ഈ പരാതികളിൽ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ തെറി പറയാനുള്ളവർക്ക് തെറിയും പറയാം. അതായത് എന്നെയാണ് കേട്ടോ, ഞാൻ രേണുവിനെ തെറി പറയാനല്ല പറഞ്ഞത്. കാരണം ഇതിലെ രേണുവിന്റെ കട്ട ഫാൻസുകാരുണ്ട്. അപ്പൊ അവര് വന്ന് തെറി വിളിക്കാൻ വരും. അത് ഉറപ്പാണ്. അത് എനിക്ക് മാത്രമല്ല, രേണുവിനെതിരെ ആര് വീഡിയോ ചെയ്താലും ശരി, അവരുടെ എന്താ പറയുക കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ
ഈ ഒരു എന്താ പറയുക തെറി അഭിഷേകം കാണും. അത് നമുക്കറിയാം പേരിലാണ് എന്നുള്ളത്. എന്തായാലും നമുക്കതൊരു വിഷയമില്ല. എന്തെങ്കിലും നമുക്ക് എന്താ പറയണത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒക്കെ നമ്മൾ പ്രതികരിക്കും. അതിനെതിരെ നമുക്ക് എന്താ പറയണത് നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും സംസാരിക്കും. അതിപ്പോൾ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ പോലും നമ്മൾ അതിനെതിരെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. അപ്പോൾ കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.